എവിടെ വീഡിയോ? ഞാനൊന്ന് കാണട്ടെ. ഞാനത് കണ്ടേ ഉള്ളൂ. എനിക്കത് ഫോർവേഡ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അതെന്റെ കയ്യിലിരുന്ന ഞാൻ അമ്മയിൽ നിന്ന് അറിയാതെ അകന്നു പോകും. എനിക്ക് പിന്നെ ആരും ഇല്ലാതായി പോകും. വിനയനെ പോലെ ഒരു കാട്ടുകളന്റെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ അവിശ്വസിച്ച നിനക്കും ആരും ഇല്ലാതായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓ എടാ, സ്വന്തം ഭാര്യ വിട്ടുപോയതിന് ദേഷ്യത്തിലെ അവളുടെ അനീതി പെണ്ണിന്റെ അശ്ലീല വീഡിയോ ഉണ്ടാക്കാൻ നോക്കിയവനാ വിനയൻ. അവനാണിപ്പൊ നിന്റെ ഉപദേശകൻ അല്ലടാ. എടാ, ആ തെണ്ടിയുടെ കയ്യില് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അവൻ ഇത്രയും നാൾ ഇത് മറച്ചു വെച്ചത്? നീയും അനുഭവിയും പിരിയും മുമ്പ് അവരിത് നിന്നെ കാണിക്കായിരുന്നില്ലേ? എന്തുകൊണ്ട് അവൻ ചെയ്തില്ല? അങ്ങനെ ചോദിച്ചാ അതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിനക്കൊന്നും അറിയില്ല. എടാ, നിന്നെ നിന്റെ അമ്മയും തമ്മിൽ അകറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിലൊരുത്തൻ മാത്രമോ വിനയൻ. അവൻ ഈ കുടുംബത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ചെറുതല്ല. ഇപ്പൊ പോലും സത്യനെയും ചീരുവിനും അവന് സംശയമുണ്ട്. അതിന്റെ പേരിൽ ചീരുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ നോക്കിയവനാ അവൻ. എന്നാലും ആ കൊച്ചിനെ വേണ്ടായിരുന്നു. അതും പെൺകുഞ്ഞ. ഒരാൺകുഞ്ഞ് ജനിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന എനിക്കെന്തിനാ എത്ര 3 പെൺകുട്ടികൾ? നീ എന്താടാ ആലോചിക്കുന്നേ? അല്ല, അവൻ വേറെ എന്തൊക്കെ നിന്നോട് പറഞ്ഞു? ഇല്ലമ്മേ, സത്യനും ചീരുവിനും സംശയം ഉള്ളത് കൊണ്ടൊന്നും അല്ല ചീരുവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വിനയം വേണ്ടാന്ന് വെക്കുന്നത്. പിന്നെ അവന് 3ാമത് ജനിക്കാൻ പോകുന്നതും പെൺകുഞ്ഞാ. അത് മാത്രം അവന്റെ പ്രശ്നം. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അമ്മ പറഞ്ഞതുപോലെ ആ വീഡിയോ അവന് ഇതുവരെ എന്നെ കാണിക്കാതെ ഇപ്പൊ എന്തിനു കാണിച്ചു എന്നുള്ള സംശയം എനിക്കുമുണ്ട്. അത് ഞാൻ അവനോട് ചോദിച്ചോളാം. വേണ്ടടാ, നീ അവനോട് ഒന്നും ചോദിക്കാൻ പോണ്ട. അവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ആ വീഡിയോ അവൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും വിനയൻ തന്നെ ഇവിടെ വന്ന് നിന്നോട് പറയും. അതുപോലെ അല്ല, അവൻ സത്യം എന്തായാലും എന്നോട് പറഞ്ഞേ പറ്റൂ. എന്നാ നീ വാ. ഉച്ചയ്ക്ക് നീയൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ നിനക്ക് കഴിക്കാനെടുത്ത് തരാം. വാ.